നമസ്കാരം. വടക്കൻ പാട്ടിലെ വീരകഥകളിലൂടെ നെഞ്ചിലേറ്റിയ നാട്, ഒതേനനും ഉണ്ണിയാർച്ചയുമൊക്കെ അംഗം കോർത്തു വിജയം നേടിയ മണ്ണ്, ലോകനാർക്കാവും ഒതേനൻ ക്ഷേത്രവും വലിയ പള്ളിയും പുരാതന തറവാടുകളുമൊക്കെയായി കിടക്കുന്ന വടകര. ഒരു വശത്തെ പയംകുറ്റിമലയും വയനാട്ടിൽ നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങുന്ന കോട്ടപ്പുഴയും പുതുപട്ടണവും അടക്കാത്തെരുവും കാപ്പങ്ങാടിയുമൊക്കെ വടകരയുടെ കഥകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണ്. കടത്തനാടിന്റെ ചരിത്രമെഴുതിയ വടകര, അതെ, ഇപ്പോൾ വടകര തന്നെയാണ് ചർച്ചാ വിഷയം. വേനൽ ചൂടിനേക്കാൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചുമറിയുകയാണ് സംസ്ഥാനം. ഇനി 35 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് വടകരയിൽ ആരെ നിർത്തണമെന്ന് ഇനിയും അറിയില്ല. സ്ഥാനാർത്ഥി നിർണയവും കഴിഞ്ഞ് പ്രചാരണത്തിന് ചുവപ്പുകൊടിയുമേന്തി ഇടതുമുന്നണി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പറഞ്ഞു UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറികൾ കുറെയൊക്കെ മായ്ച്ചു കളഞ്ഞ് 12 സ്ഥാനാർത്ഥികളും ഗോതയിലിറങ്ങി. BJP പട്ടിക നാളെയും അറിയും. 4 മണ്ഡലം ബാക്കി വെച്ചു കോൺഗ്രസ് താടിക്കു കൈകൊടുത്തിരിപ്പാണ്. കടിപിടി മുഴുവൻ വയനാടിനു വേണ്ടി മാത്രം, വടകരയെ ആർക്കും വേണ്ട. എന്തിന് സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രന് പോലും വടകരയെ വേണ്ടാത്രേ. അനാഥമായ വടകരയെ മുല്ലപ്പള്ളി തുണയ്ക്കണേ എന്നാണ് അണികളുടെ ഇപ്പോഴത്തെ ആവശ്യം. P. ജയരാജനെ വടകരയിൽ ഇറക്കിയതുകൊണ്ട് അദ്ദേഹം അവിടെ ജയിക്കും എന്ന കോൺഗ്രസ് വിധി എഴുതി കഴിഞ്ഞ മട്ടാണ്. വടകരയിൽ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണം, അല്ല എങ്കിൽ വടകര നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മുല്ലപ്പള്ളിക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. താരതമ്യേന മികച്ച പട്ടിക തന്നെയാണ് 12 അംഗ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. ഇതിൽ വിജയ സാധ്യതയ്ക്ക് മുൻഗണന കൊടുക്കാൻ KPCC അധ്യക്ഷൻ വാദിച്ചതുമാണ്. പുറത്തു വരാനുള്ള 4 സ്ഥാനാർത്ഥികളിൽ മുല്ലപ്പള്ളി സിറ്റിംഗ് MP ആയിട്ടുള്ള വടകരയിലെ സ്ഥാനാർത്ഥി കൂടി ഉണ്ട് എന്നത് മുല്ലപ്പള്ളിയുടെ ഉത്തരവാദിത്തം കൂടുതലാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വടകരയ്ക്ക് വേണ്ടത് പോരാടാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ്. ഇടതു സ്ഥാനാർത്ഥി അതിശക്തനാണ് എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ തൂക്കം ഒപ്പിക്കാൻ അപ്രസക്തമായ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയുക പോലും ചെയ്യാത്ത ചില ആളുകളാണ് പരിഗണനയിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. വടകര ജയിക്കേണ്ടത് UDFന്റെ മാത്രം ആവശ്യമല്ല, ഒരു നാടിന്റെ ആവശ്യമാണ് എന്നാണ് ഇന്നു സമൂഹ മാധ്യമങ്ങളിലെ മുറവിളി. 1ഉം 1.5 ലക്ഷം വോട്ടിനുമൊക്കെ LDF ജയിച്ച മണ്ഡലത്തിൽ മുല്ലപ്പള്ളി ജയിച്ചു കയറിയതാണ്. മുല്ലപ്പള്ളിക്കായി ഇക്കുറിയും അരയും തലയും മുറുക്കി ജയരാജനെതിരെ പോരാട്ടത്തിനിറങ്ങാൻ സന്നദ്ധരാണ് എന്ന് യുവാക്കളും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. വടകരയിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ അക്കാര്യം വെളിപ്പെടുത്താതെ KPCC പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വത്തിന്റെ പിന്നിൽ ഒളിക്കാനാണ് മുല്ലപ്പള്ളി ഒരുമ്പെടുന്നതെങ്കിൽ അതൊരു രാഷ്ട്രീയ കാപട്യമായേ കാണാൻ കഴിയൂ. വടകരയെ പോലെ കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയുടെ പോരായ്മ മൂലം കളഞ്ഞുകുളിക്കാതിരിക്കാൻ മുല്ലപ്പള്ളിക്കുമില്ലേ വ്യക്തിപരമായ ഉത്തരവാദിത്തം. RMP കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും വടകര സ്ഥാനാർത്ഥി വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കാണിച്ചുകൂടെ?